പറയില്ലേ, കടലിലെ തിരയൊക്കെ ഒടുങ്ങി എല്ലാം പെർഫെക്റ്റ് ആയതിനു ശേഷം ഞാൻ നീന്താൻ ഇറങ്ങാം എന്ന് പറഞ്ഞാൽ നീന്തലൊന്നും നടക്കില്ല. ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ സർക്കാരിൽ ഉള്ള ജീവനക്കാർ തൊട്ട് കോടതിയിലും ഒക്കെ ഈ പറഞ്ഞ അന്യായങ്ങളും ഇതുമെല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ 5 വർഷത്തിൽ ഒരിക്കൽ പ്രതികരിക്കാൻ മാത്രമേ എനിക്ക് കഴിവുള്ളൂ എന്ന് ഒരു പൗരൻ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ പരാജയം തുടങ്ങുന്നത്. ഈ 5 വർഷത്തിൽ ഒരിക്കൽ ഉറക്കം വിളിച്ച് വന്നിട്ട് പോയി കുത്തിയിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഉറങ്ങാനുള്ളതല്ല ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കാനും പ്രതികരിച്ചുകൊണ്ടിരിക്കാനും ഒക്കെയുള്ള അതിനുള്ള കഴിവ്, അതിനുള്ള കപ്പാസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് കേരളത്തിലേക്ക് വരാം. മലയാളികളുടെ ഏറ്റവും വലിയ USP എന്താണ്? അക്ഷരാഭ്യാസമാണ്, എഴുത്തും വായനയാണ്. അക്ഷരാഭ്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് 100% അക്ഷരാഭ്യാസമുണ്ട്. എഴുത്തും വായന അറിയാവുന്ന നമ്മൾ ഈ വിവരാവകാശം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ശരിക്കൊന്ന് മനസ്സിലാക്കണം. എന്ത് ദയനീയമാണെന്ന് മനസ്സിലാവും, എന്ത് ഭാവനാശൂന്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാവും. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര വലിയ എഴുത്തും വായനയും ഇത്ര വലിയ പ്രബുദ്ധതയൊന്നും ഇല്ലാത്ത ആൾക്കാർ അവർ ഈ ഒരു സാധാരണ ടൂൾ ഉപയോഗിച്ചിട്ട് വരുത്തിയ വിപ്ലവങ്ങളും ഞാൻ കുറച്ച് കേസസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലജ്ജിച്ചു പോകും, തലയിൽ കൊണ്ടിടേണ്ടി വരും. കാരണം നമ്മൾ ഇത്ര പ്രബുദ്ധരാണെന്ന് പറയുന്ന മലയാളികൾ ഇത്രയും പേർക്ക് എഴുത്തുമാനും കൃത്യമായിട്ടൊരു ചോദ്യം ചോദിക്കാൻ അറിയില്ല. അത് സത്യമാണ്. കാരണം വിവരാവകാശത്തിൽ തന്നെ പലരും ചോദിക്കുന്ന എന്താണ്, ഇന്നതിൻ്റെ ഇതെന്താണ്, ഇതെന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ഈ ലൈനില്ല ചോദിക്കുന്നത്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയാനൊന്നും അവിടെ ബാധ്യതയൊന്നുമില്ല. ഇത് ഇൻഫർമേഷനാണ്. ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ എങ്ങനെ നമ്മൾ ആദ്യം കൈവശപ്പെടുത്തുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് തലമുണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു 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 അഭിഭാഷകൻ ഒരുപക്ഷെ ക്രോസ് എക്സാമിനേഷൻ ചെയ്യുന്നത് പോലെ 2 or 3 റൗണ്ടിലൂടെയാണ് ഈ പരിപാടി ചെയ്യേണ്ടത്. ഈ പണി അറിയാവുന്നവനാണ് ഇറങ്ങിയിട്ടുള്ളതെങ്കിൽ ഒരു സാധാരണ സർക്കാർ ഓഫീസിൽ നിന്ന് മാത്രമല്ല, അതിൽ അപ്പീൽ പോകുമ്പോഴും അപ്പീലിന് മേലെ അപ്പീൽ പോകുമ്പോഴും കോടതിയിൽ പോകുമ്പോഴും ഒക്കെ ഇതിൻ്റെ ഫലം അവിടെയൊക്കെ കാണും. ആർക്കും അത്ര എളുപ്പത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള ആത്മാർത്ഥത നമ്മൾ കാണിക്കണം. എൻ്റെ പോയിന്റ് ഇതാണ്. വെറും ഒരു 5-10 ചോദ്യമുണ്ട്. പല കേസുകൾ ഒരൊറ്റ കറക്റ്റായിട്ടുള്ള ഒറ്റ RTI ചോദ്യത്തിൽ പ്രശ്നം തീരും പലതും. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനൊക്കെ നടക്കില്ല, വീടിന് മുന്നിലുള്ളൊരു റോഡ്, നിങ്ങളുടെ വാർഡിലുള്ള ആ റോഡ് എന്ത് ചെയ്തിട്ടും റിപ്പയർ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. എത്രയോ കാലമായി നിങ്ങൾ എല്ലാവരുടെ പറയുന്നു, പക്ഷേ ഇത് റിപ്പയർ ചെയ്യുന്നില്ല, കുഴി തന്നെ. ഇത് എന്താ ചെയ്യുക? നമ്മളിത് കരഞ്ഞുകൊണ്ടിരിക്കുകയോ അത് ഈ ടൂൾ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഈ ടൂൾ വെച്ചിട്ട് ആദ്യം എന്താ കണ്ടുപിടിക്കുക? ഈ റോഡിന്റെ ഉടമസ്ഥാവകാശം ആരാണെന്ന് കണ്ടുപിടിക്കണം. PWD റോഡുണ്ട്, കോർപ്പറേഷൻ റോഡുണ്ട്, പല ഇത് ഏജൻസികൾ കൊണ്ടു നടക്കുന്ന റോഡുണ്ട്, സ്മാർട്ട് സിറ്റിയുടെ ഉണ്ട്, പലതും ഉണ്ട്. ഇത് ആരുടെ കൈവശമുള്ള റോഡാണെന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. ഏത് റോഡിനും ഒരു കസ്റ്റോഡിയൻ ഉണ്ട്, ഒരു ഉദ്യോഗസ്ഥനുണ്ട്. അത് അവിടെ ടെൻഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയായിട്ടില്ല. അതിൻ്റെ ഒരു ഹയറാർക്കി ഉണ്ട്, കമാൻഡ് ഉണ്ട്. ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കറക്റ്റ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയണം. ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ലാസ്റ്റ് എപ്പോഴാണ് ഇത് ടെൻഡർ ചെയ്തത്, എപ്പോഴാണ് വർക്ക് ചെയ്തതെന്ന് അപ്പോഴായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്. കഴിഞ്ഞ മാസമായിരിക്കും റിപ്പയറൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ഫയലിൽ വെച്ചിട്ടുണ്ടാവും. ഫയലിൽ തന്നെ പണിയുകയും റിപ്പയർ ചെയ്യുകയും വീണ്ടും പണിയുകയും വീണ്ടും റിപ്പയർ ചെയ്യുകയും ചെയ്യുന്ന എത്ര റോഡുകൾ കേരളത്തിലുണ്ടെന്നാണ് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. പോയി ഒന്ന് ഇറങ്ങും, ഒന്ന് ചോദ്യം ചോദിച്ചു നോക്കും പറയാം. ബീഹാറിൽ പല പാലങ്ങളും ഫയലിൽ മാത്രം പണിയുകയും വീണ്ടും പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അവസാനം അത് പൊളിച്ചു മാറ്റാനും തീരുമാനിക്കും. എല്ലാം കഴിയുന്നതോടെ ഓഡിറ്റും എല്ലാം വരുമ്പോൾ ക്ലീനാണ്, ഒരു പ്രശ്നവുമില്ല, എല്ലാം ഗംഭീരമാണ്, ഫയലിലെല്ലാം ഉണ്ട്. ഈ ഫണ്ടമെന്റൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫയൽ വായിക്കാൻ നമുക്ക് ആർക്കും അറിയില്ല. നമുക്കാർക്കും ഇൻ ദ സെൻസ് പബ്ലിക്കിന് അറിയില്ല. ഫയലിൽ ആരാണ് റെസ്പോൺസിബിൾ, AS എന്താണ്, TS എന്താണ്, ഇതൊന്നും അറിയാത്ത ഒരാളെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചോദ്യം മാത്രം ചോദിക്കും, എന്തുകൊണ്ടെന്ന് മാത്രം ചോദിക്കും. അങ്ങനെ ഉത്തരം കിട്ടില്ല. ഇപ്പം AS TS ഒക്കെ എന്താണെന്ന് അന്ന് വലിയ തലപോകുന്ന കാര്യമൊന്നുമില്ല. അതൊക്കെ ഇതിനകത്ത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊരു സർക്കാർ പദ്ധതി, എന്ത് സംഭവം ഉണ്ടെങ്കിലും ആദ്യം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. അതിനുശേഷം ഒരു ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സാങ്ഷൻ കിട്ടണം, ബഡ്ജറ്റിൽ പൈസ വേണം. ഈ നടപടിക്രമം അറിയണം. എന്നിട്ടാണ് ടെൻഡറിങ് വരുന്നത്. ടെൻഡർ വന്നതിന് ശേഷമേ കോൺട്രാക്ടർ വരുള്ളൂ. ഇതൊക്കെ ഒറ്റത്തവണ അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഈ ഷെർലോക്ക് ഹോംസ് ആയി മാറാൻ പറ്റും. നിങ്ങൾ കറക്റ്റ് ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങൾ ചോദിക്കും,
ഈ കോൺട്രാക്ടറെ അപ്പോയിന്റ് ചെയ്ത ഡേറ്റ് എന്നാണെന്ന്. നിങ്ങൾ അതെടുത്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് മുമ്പേ ആയിരിക്കും കിട്ടിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ഒരു തവണ ചോദിച്ചൊരു അവിടെ വന്നു കഴിയുമ്പോഴേക്കുണ്ടല്ലോ നിങ്ങൾ പോലും അറിയില്ല. അപ്പോഴേക്കും നിങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ റോഡ് പണി ചെയ്തിട്ട് അവർ പോവും. കാരണം ഇത് നിങ്ങൾ ചോദിക്കരുത്. അങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് പലയിടത്തും ഇത് ടൂളായിട്ട് ഉപയോഗിച്ച് അവരവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ആരും ഉപദ്രവിക്കാനോ പിടിക്കാനോ ഇതാക്കാനോ മാത്രം അങ്ങനെയല്ല. നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ സിസ്റ്റം എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകണം, സിസ്റ്റം മെച്ചപ്പെടണം, നമ്മുടെ ഇന്റർവെൻഷനിൽ മെച്ചപ്പെടണം. അതിൽ ഓരോ പൗരനും റോൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരാൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഇത്രയും മാറ്റം ഉണ്ടാവുമെങ്കിൽ ഒരു 10 ആൾ ചോദിച്ചാലോ, ഒരു 5 ആൾ നമ്മുടെ ഇവിടുത്തെ ആശുപത്രിയെ പറ്റി ചോദ്യങ്ങൾ ഇടുന്നു, ഇവിടുത്തെ പ്രൊക്യൂർമെന്റിനെ പറ്റി, ഇവിടെ മരുന്ന് വാങ്ങിയതിനെ പറ്റി, ഇവിടുത്തെ മെഷീനറി കൈകാര്യം ചെയ്യുന്നതിനെ പറ്റി, അതിൻ്റെ മെയിൻ്റനൻസിനെ പറ്റി വ്യത്യാസം വരും. ഒരു 100 പേര് ചോദിച്ചാൽ മതി, ഒരു ആശുപത്രി തന്നെ മാറിപ്പോകും, അതിൻ്റെ നടത്തിപ്പേ മാറിപ്പോകും. ഒരു 10,000 പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജില്ല തന്നെ മാറില്ല. നിങ്ങൾ ഞാൻ 10,000 ഒക്കെ ഉണ്ടെങ്കിൽ കേരളം മാറിപ്പോകും. അല്ല, RTI ആ ഒരു സിസ്റ്റം താങ്കൾ പറയുന്നുണ്ടല്ലോ, കുറെ പേര്